നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇതിനു മുൻപ് 2 വീഡിയോ ചെയ്തിരുന്നു. ശാപം നമുക്കോ എന്ന തലക്കെട്ടോടുകൂടി 2 വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ 3-ാമത്തെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവജനത്തിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നത് വിശ്വാസികളുടെ ഇടയിൽ ഇപ്പോഴും ചില തെറ്റിദ്ധാരണകൾ കിടക്കുകയാണ്. എനിക്ക് പൂർവികന്മാരുടെ പിതാക്കന്മാരുടെ ശാപം എന്നെ എൻ്റെ തലമുറയും പിൻപറ്റുന്നുണ്ടോ? ഒരു അസുഖം വരുമ്പം, നമുക്ക് ഒരിടത്ത് പോകാൻ യാത്രയ്ക്ക് ഒരു തടസ്സം വരുമ്പം, അല്ലെ ഒരു വിവാഹം അതിൻ്റെ സമയം ഇച്ചിരി മുൻപോട്ട് നീളുമ്പോഴൊക്കെ പലരും അങ്ങനെ സംശയിക്കുകയും ആ സംശയത്തിൽ മുതലെടുത്തുകൊണ്ട് പലരും നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ കോൺഫിഡൻറ്റ്, നമുക്ക് കർത്താവിനോടുള്ള ആ ഉറപ്പും ധൈര്യവും, ഞാൻ ദൈവഭവനത്തിൻ്റെ ഒരംഗമാണെന്നുള്ള ചിന്ത നമ്മളെ വിട്ടിട്ട് ഓർഫനേജിൽ താമസിക്കുന്നൊരു ഓർഫനെ പോലെ പലപ്പോഴും നമ്മൾ മാറുകയാണ്. ഇത് മുതലെടുത്തുകൊണ്ട് പണമുണ്ടാക്കുന്ന, മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന, അനേക ദീർഘവർഷങ്ങളായി കർത്താവിനെ സ്നേഹിച്ച് പിൻപറ്റിയിട്ട് ഇപ്പോഴും ആ തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെയും പോയി അവിടെ ഇരിക്കുകയും തലേ കൈവച്ച് പ്രാർത്ഥിപ്പിക്കുകയും വലിയ ഉപവാസപ്രാർത്ഥന ക്രമീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ നമുക്ക് ഈ യാഥാർത്ഥ്യം, നമ്മൾ ഈ സത്യം ഒന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എല്ലാ ചിന്തകളും നമ്മുടെ ഉള്ളിൽ നിന്ന് മാറി ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നൊരു ബോധ്യമുണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സോറി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പറയാനുണ്ടെങ്കിലും അത്ര ദീർഘമായിട്ട് പറയാനായിട്ട് കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഒരു 4-5 പാർട്ടായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുക. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഒരിക്കൽ കൂടി ഓർപ്പിക്കാനായിട്ടുള്ളത്, പാർട്ട് 1, 2 അതിൻ്റെ ഓർഡർ അനുസരിച്ച് കേട്ടാൽ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെയുള്ള ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ച് വിട്ടുപോവുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ആവർത്തന പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും കൂടെ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങളിലൂടെയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ വിഷയം എന്ന് പറയുന്നത്, ഞാൻ ഓർപ്പിച്ചതുപോലെ, പഴയ നിയമ ഇസ്രായേൽ സഭ അവർ കർത്താവിനെ മരുഭൂമിയിൽ ആരാധിച്ച് മുൻപോട്ട് വരുമ്പോൾ അവരോട് മോശ മുഖാന്തരം ദൈവം സംസാരിക്കുന്ന ചില കാര്യങ്ങളും, പിന്നീട് സങ്കീർത്തനങ്ങളിൽ ഈ പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് ദാവീദൊക്കെ പാടിയിരിക്കുന്ന ചില ചിന്തകളുമാണ് നിങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ആദ്യമേ നാം തിരിച്ചറിയേണ്ടത്, പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള 39 പുസ്തകങ്ങളിലായിട്ട് ഏകദേശം 143 തവണ ശാപം എന്നതിനെക്കുറിച്ച് എല്ലാ പദം ഉപയോഗിച്ചിട്ടുണ്ട്. 143 പ്രാവശ്യം. എന്നാൽ പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 27 പുസ്തകങ്ങൾ നാം പഠിക്കുമ്പോൾ കേവലം 13 പ്രാവശ്യം മാത്രമേ ഈ പദം ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം തന്നെ ഇത് പുതിയ നിയമത്തിൽ നമുക്കത്ര പ്രാധാന്യമുള്ളൊരു കാര്യമില്ല. കാരണം നാം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മക്കളായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. റോമാലേഖനമൊക്കെ നമ്മളതിൻ്റെ ഒരു അർത്ഥത്തിൽ പഠിച്ചു വരുന്നുണ്ട്, ചിന്തകളിലൂടെ പോകുന്നുണ്ട്. നമ്മ കർത്താവിൻ്റെ ഭവനക്കാരായി ആ പുത്രത്വം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അപ്പനോ അമ്മയോ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും അവരെ ശപിക്കാറില്ല, പ്രാകാറില്ല. അവരെപ്പോഴും അനുഗ്രഹിക്കപ്പെടണം, അവർ അനുഗ്രഹരായിട്ട് വളരണം. അതല്ല മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബന്ധത്തിലേക്ക് നാം എത്തിക്കഴിഞ്ഞിരിക്കുമ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കഴിയുന്നൊരു കാര്യം, നാം ആ കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ ഭവനക്കാരായി അവൻ്റെ പുത്രത്തിലേക്ക് നാം വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ആവർത്തന പുസ്തകം 27, 28 അധ്യായത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ചു വിടട്ടെ. ആവർത്തന പുസ്തകം 27-ാമത്തെ അല്ലെങ്കിൽ ആവർത്തന പുസ്തകം മുഴുവൻ നമ്മൾ പഠിക്കുമ്പം എന്താണോ പുറപ്പാട് പുസ്തകം മുതൽ മുൻപോട്ടുള്ള പുസ്തകങ്ങളിലെ മോശ
പഴയ നിയമ ഇസ്രായേൽ സഭയ്ക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് യഹോവയിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കുന്ന പ്രമാണങ്ങൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. മോശെ ദൈവം അതിനുവേണ്ടി നിയോഗിച്ചു. മോശയോട് ദൈവം സംസാരിക്കുന്നു. മോശ വന്ന് ജനത്തോടത് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് പ്രമാണം ലഭിക്കുന്നത്, ഒരു നിയമം ലഭിക്കുന്നത്. ആ നിയമത്തിൻ്റെ ആ പ്രമാണങ്ങൾ അത് ലോയാണ്. അതനുസരിച്ച് മുൻപോട്ട് പോകാൻ അവരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കിയാണ്. എന്നാൽ ഈ ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് ഈ പുറപ്പാട്, ലേവ്യ, സംഖ്യ മുതലായ പുസ്തകങ്ങളിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നുവോ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പുതിയ തലമുറയ്ക്ക്, അതായത് അവരെ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ച് 40 വർഷം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ജനിച്ച പുതിയ തലമുറയ്ക്ക് ഒന്നുകൂടെ വിവരിച്ച് ആവർത്തിച്ച് വിവരിച്ചു കൊടുക്കുകയാണ്. ആവർത്തിച്ച്. കാരണം ഈ മരുഭൂമിയിൽ വെച്ച് ജനിച്ച ജനം ഇവരെ മിസ്രൈമിൽ താമസിച്ച കാര്യങ്ങളും അവിടെ അടിമത്തമായിരുന്ന കാര്യങ്ങളും, എങ്ങനെ അടിമകളായി, എങ്ങനെ വിടുവിക്കപ്പെട്ടു, യഥാർത്ഥ ദൈവമെന്ന് ഒന്നും അവർക്കറിയത്തില്ല. അപ്പോൾ അവർക്കിത് ആവർത്തിച്ച് വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പം 27-ാമത്തെ അധ്യായത്തിൻ്റെ 9-10 വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ്. കാര്യം ഇത് അങ്ങനെ തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വായിച്ച് കേൾപ്പിക്കുന്നത്. മോശയും ലേവ്യരായ പുരോഹിതന്മാരും എല്ലാ ഇസ്രായേലിനോടും, ഇസ്രായേലേ, മിണ്ടാതിരുന്ന് കേൾക്കാം. ഇന്ന് നീ നിൻ്റെ ദൈവമായ യഹോവയുടെ ജനമായി തീർന്നിരിക്കുന്നു. ആകയാൽ നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്കനുസരിച്ച് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിക്കണമെന്ന് പറഞ്ഞു. നോക്കിക്കേ, ഈ പുതിയ തലമുറ ഉൾപ്പെടുന്ന ഇസ്രായേൽ സഭയോട് മോശ പറയുകയാണ്, നിങ്ങൾ മിണ്ടാതിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ ഇന്ന് അവൻ്റെ ജനമായി തീർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനമാണ്, യഹോവയുടെ ജനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും നിങ്ങൾ ആചരിച്ച് മുൻപോട്ട് പോകുമ്പോൾ അത് കൽപ്പനകളും ചട്ടങ്ങളും നിങ്ങൾ ആചരിക്കണം. ഇനി അതിന് 11 തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഓരോ ഗോത്രത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് അവരോട് താൻ വിളിച്ചു പറയുകയാണ്, ഇവിടെ ആരാണ് ശപിക്കപ്പെട്ടവർ? നമ്മളതാ ചിന്തിക്കേണ്ടേ, ഇവിടെ ആരാണ് ശപിക്കപ്പെട്ടവർ? ഇവിടെ പറയുകയാണ്, ഈ 15-ാമത്തെ വാക്യം, ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയോ എന്ന് പറഞ്ഞാൽ അത് കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി അതിനെ ആരാധിക്കുക. അപ്പോൾ വിഗ്രഹാരാധനക്കാരൻ ശപിക്കപ്പെട്ടവന്. കാര്യം ദൈവത്തിൻ്റെ പ്രമാണത്തിൽ 1-ാമത്തെ കൽപ്പന എന്ന് പറയും, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. യാതൊരു വിഗ്രഹത്തെയും നീ അത് ഉണ്ടാക്കിയോ ആരാധിക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ പറയുകയാണ്, അപ്പം ദൈവത്തെ ആരാധിക്കുന്ന ഒരുവന് വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കാൻ പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശാപം ആർക്കാ ഉള്ളത്? ഈ കൽപ്പന പ്രമാണിക്കാതെ അത് ലംഘിച്ച് അന്യ ദൈവങ്ങളുടെ വിഗ്രഹത്തെ വാർത്തുണ്ടാക്കിയോ കൊത്തി ഉണ്ടാക്കി അത് ആരാധിക്കുന്നവനാണ്. അപ്പം ഒരു ദൈവബദലെ സംബന്ധിച്ചോ അത് ബാധകമല്ല. ഇനി അടുത്തായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്, അപ്പനും അമ്മയെ നിന്ദിക്കുന്നവൻ, പിന്നെ കൂട്ടുകാരൻ്റെ അതിർ നീക്കുന്നവൻ, കുരുടനെ വഴി തെറ്റിക്കുന്നവൻ, പരദേശിയുടെയും അനാഥൻ്റെയും വിധവയുടെയും ന്യായം മറിച്ച് കളയുന്നവൻ, അപ്പൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ, മൃഗത്തോടുകൂടെ ശയിക്കുന്നവൻ, അപ്പൻ്റെ മകളോ അമ്മയുടെ മകളായ സഹോദരൻ ശയിക്കുന്നവൻ, അമ്മായിയമ്മയോട് ശയിക്കുന്നവൻ, കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ, കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ. ഈ ഒരു പട്ടിക പറഞ്ഞിട്ട് പറയുകയാണ്, ഇത് ചെയ്യുന്നവനാണ് ശപിക്കപ്പെട്ടവൻ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഒരു ദൈവത്തെ ഭയന്ന് ഒരു ദൈവത്തിലായിത്തീർന്ന ശേഷം ഈ വക കാര്യങ്ങൾ ഒരു ദൈവത ചെയ്യാറില്ല. അത് അത്രമാത്രം മ്ലേച്ഛകരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജഡികനായ ഒരുവരിൽ നിന്ന് പുറപ്പെടുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. അപ്പം നമ്മളിത് കണ്ടിട്ട് കേട്ടിട്ട് പേടിച്ച് ഈ ശാപമൊക്കെ എനിക്കുണ്ടോ? പ്രിയമുള്ളവരെ, 28-ാമത്തെ അധ്യായം, അടുത്ത അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനയും പ്രമാണിച്ച് നടന്നാൽ നിൻ്റെ ദൈവമായ നിന്നെ ഭൂമി സർവ്വജാതി. താഴോട്ടുള്ള 14-ാമത്തെ വാക്യം വരെയുള്ള വാക്യങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് പ്രമാണിച്ച് നടക്കുന്ന ദൈവജനത്തിലുള്ള അനുഗ്രഹങ്ങളാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയാം. നമ്മുടെ മുമ്പിൽ 2 കപ്പിൻ്റെ അകത്ത് നമ്മുടെ മുമ്പിൽ 2 കപ്പിൻ്റെ അകത്ത് 2 പാനീയങ്ങൾ വെച്ചിരിക്കുക. ഒന്നിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് പാവയ്ക്ക നീരാണ്, പാവയ്ക്ക ജ്യൂസാണ്. ഇതാണ് പുറത്ത് ഇത് പാവയ്ക്ക ജ്യൂസാണ്. ഒന്നിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ജ്യൂസാണ്. അപ്പം നമ്മളോട് പറയുകയാണ്, ഇപ്പോൾ ഇത് പാവയ്ക്ക ജ്യൂസാണ്, ഇതിൻ്റെ കയ്പുണ്ട്, മറ്റേത് ആപ്പിൾ ജ്യൂസാണ്, മധുരമുള്ളതാണ്.
അപ്പോൾ ആ ചോയ്സ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കുടിക്കുക. നമ്മുടെ ഇച്ഛയിൽ അത് വരുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഗുണവും ദോഷവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ബൈബിൾ പറഞ്ഞിരിക്കുന്നു ജീവനും മരണവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാം. അപ്പം നമ്മൾ തിരഞ്ഞെടുപ്പാണ് അല്ലേ? അതിന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മളാണ്. ഞാൻ ഇന്ന് ദൈവത്തോടു കൂടെയാണോ, കർത്താവിനെ സ്നേഹിക്കുന്നോ, ആ കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ആചരിച്ച് അപ്പോസ്തലന്മാരിൽ കൂടെ ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങളിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഓരോ വാഹനവും ഓടിക്കുന്ന ഒരാൾ അതിൻ്റെ നിയമങ്ങൾ തെറ്റിക്കുമ്പം ഭയപ്പെട്ടാൽ മതി. അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടൊരു വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്തതുപോലെ ഏതൊരു രാജ്യത്തിൻ്റെ പൗരനും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ എത്രമാത്രം സുരക്ഷിതമാണ്, ആ രാജ്യം എത്രമാത്രം ആ പൗരനെ സംരക്ഷിക്കാൻ കടപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ നാം കർത്താവ് തന്നിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും ജീവിക്കുമ്പം നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയാം? പാവയ്ക്ക ജ്യൂസ് കുടിച്ചിട്ട് ആ കയ്പ്പ് മാറാൻ വേണ്ടി നമ്മൾ പിന്നെ പലതും പരീക്ഷണങ്ങൾ നടത്തുകയാണ്. പലത് കഴിച്ചു നോക്കുന്നു, പലത് ചെയ്ത് നോക്കുന്നു, പക്ഷേ ഈ കയ്പ്പ് മാറുന്നില്ല. ഇതന്നെ ഇന്ന് സംഭവിക്കുന്നത്. ഇതിന് മുതലെടുത്തുകൊണ്ട് പാവം പിടിച്ച വിശ്വാസികൾ കഷ്ടപ്പെട്ട് ഒരു പക്ഷേ പെയിൻറ്റിങ് ആയിരിക്കും ജോലി, രാവിലെ തൊട്ട് വയ്യോളം ബ്രഷ് എടുത്ത് പെയിൻറ്റ് ചെയ്യുക. ഒരു പക്ഷേ പ്ലംബിംഗ് ആയിരിക്കും, ഒരു പക്ഷേ ഇലക്ട്രീഷ്യനായിരിക്കും, നേഴ്സായിരിക്കും, ഓഫീസ് ജോലി ആയിരിക്കാം, ഡ്രൈവിംഗ് ആയിരിക്കാം, ഡ്രൈവറായിരിക്കാം. രാവിലെ മുതൽ വയ്യോളം അധ്വാനിച്ച് വരുന്ന നമ്മുടെ നന്മകളെ അപഹരിച്ചുകൊണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ അറിവില്ലായ്മയെ വിശുദ്ധ തിരുവചനത്തിലെ നമുക്കുള്ള പരിമിതമായ അറിവിനെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെല്ലാം കോടീശ്വരന്മാരായി വലിയ ബംഗ്ലാവുകൾ വെച്ച് വലിയ വണ്ടികൾ വാങ്ങിച്ച് കൂടെ നടക്കാൻ കുറേ ആൾക്കാരും ഡോർ തുറന്നു പിടിക്കാൻ കൊണ്ടുപോകാൻ ലോകത്തിൻ്റെ രാജാക്കന്മാർ ജീവിക്കുക. നമ്മളിവിടെ വഞ്ചിക്കപ്പെടുകയാണ്. ഞാൻ കുലോസ്ലേഖനത്തിലേക്ക് വരും, നമുക്ക് മനസ്സിലാവും. അവിടെ 4 കൂട്ടം കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ചതിക്കപ്പെടില്ല, നിങ്ങൾ വഞ്ചിക്കപ്പെടില്ല, നിങ്ങളുടെ വിരുദാരും തെറ്റിക്കരുത്, മുതലായ കാര്യങ്ങളോട് പറയുന്നുണ്ട്. എന്നിട്ടാണ് അവിടെ ഒരു വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഈ രണ്ടും വെച്ചിരിക്കുക. അതൊന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കാതെ മ്ലേച്ഛമായ, നമുക്ക് പുറത്ത് പറയാൻ പോലും പറ്റാത്ത അത്രമാത്രമായ ഇമ്മോറൽ ലൈഫ്. അതിനെക്കുറിച്ചാണ് 27 അധ്യായം പറഞ്ഞിരിക്കുന്നത്. ഇമ്മോറൽ ലൈഫ്, മാതാപിതാക്കളെ നിന്ദിക്കുന്നത്, കൂട്ടുകാരൻ്റെ അതിരു മാറ്റുന്നത്, കൂട്ടുകാരൻ രഹസ്യമായി കൊല്ലാൻ ഗൂഢാലോചന ചെയ്യുന്നത്, അവനൊക്കെ ദൈവത്തിൻ്റെ സഭയിലുള്ളതല്ല, അല്ല ദൈവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളല്ല. അവർ ശവിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ച് നടക്കുന്ന നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഞാൻ ഇനി 1-2 കാര്യം കൂടെ പെട്ടെന്ന് ഓർപ്പിച്ചിട്ട് ഇത് നിർത്തി അടുത്തത് ഈ തുടർമാനമായിട്ട് കേൾക്കണമെന്ന് ഓർക്കുകയാണ്. 68-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പം നമുക്കവിടെ കാണാൻ കഴിയും. തുടക്കം തന്നെ ഇങ്ങനെ ദാവീദ് പറയുകയാണ്, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പയക്കുന്നവർ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ഞാനെല്ലാം വായിക്കാൻ സമയമില്ല. അവിടെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ മത്സരികൾ വരേണ്ട ദേശത്ത് പാർക്കും, ദൈവമേ നീ നിൻ്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ടു, മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ. അവിടെ പറയുകയാണ്, ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ദൈവമേ നീ ധാരാളം മഴ പെയ്ച്ചു, ക്ഷീണിച്ചിരുന്നിൻ്റെ അവകാശത്തെ തണുപ്പിച്ചു, നിൻ്റെ കൂട്ടം അതിൽ പാർത്തു, നിൻ്റെ ദയയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. നോക്കിക്കേ, ആ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത അവരുടെ ആ കാര്യങ്ങളെ ഒന്ന് സ്മരിച്ചുകൊണ്ട് ദാവീദ് അനേക വർഷങ്ങൾക്ക് ശേഷം പറയുകയാണ്, ദൈവം എങ്ങനെ അവർക്ക് മരുഭൂമിയിൽ ഒരുക്കി വെച്ചത്, ദൈവം അവർക്ക് മുമ്പായി എഴുന്നേറ്റ് എങ്ങനെയാണ് ജനത്തെ നടത്തിയത്. ഇനി നമുക്ക് അതുപോലെ തന്നെ 105-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയും, ഞാൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞിട്ട് വരും, പറയുക, അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. അവർ ഒരു ജാതിയെ വിട്ടും മറ്റൊരു ജാതിയുടെ അടുക്കിലേക്കും ഒരു രാജ്യത്തെ വിട്ടും മറ്റൊരു ജനത്തിൻ്റെ അടുക്കിലേക്കും പോകും. അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ഈ ദൈവത്തെ വിട്ട് പിന്മാറി പാപവും
റോട്ടിൽ കൂടെ ജീവിച്ച് വിഗ്രഹങ്ങൾക്ക് ആരാധിച്ച് മുൻപോട്ട് പോയൊരു കാലഘട്ടത്തിൽ ദൈവം അവർക്ക് പ്രവാസമൊക്കെ ഒരുക്കി. അവരെ ദൈവം അവരുടെ മണ്ണിൽ നിന്ന്, അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടൊക്കെ വാഗ്ദത്തം ചെയ്ത സ്ഥലത്തു നിന്നൊക്കെ അവർ ചെറിപ്പോണ്ടി വന്നു. അവർ മറ്റ് രാജ്യങ്ങളിൽ പോയി അടിമത്തം അവരനുഭവിക്കേണ്ടി വന്നു, അടിമകളായി ജീവിക്കേണ്ടി വന്നു. പക്ഷേ ദൈവം അവരെ മടക്കി കൊണ്ടുവന്നു. അപ്പോൾ ദൈവം പറയും, പക്ഷേ ദൈവം ഒരു കാര്യം പറഞ്ഞു, തൻ്റെ ജനത്തെ അവർ ആ എണ്ണത്തിലൊക്കെ കുറഞ്ഞ ചെറിയ ആൾക്കൂട്ടമാണ്, എണ്ണത്തിൽ കുറഞ്ഞവരാ, ചുരുങ്ങിയവരാ. പക്ഷേ അവരെ എവിടെയായാലും അവരെ പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. ആ ദൈവത്തിൻ്റെ കാര്യം നമ്മൾ അത് ചിന്തിക്കണ്ടേ. ഇവർ പല രാജ്യങ്ങളിൽ പലയിടങ്ങളിൽ ഇവരുടെ അടിമത്തത്തിൽ ഇവരെ എക്സൈൽ കടന്നുപോയി, ഇവർ അവിടെ പാർക്ക് ചെയ്യാണ് അവരെ. പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞു, അവരെ പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. അടുത്തത്, എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി. യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുമ്പോൾ അവൻ തൻ്റെ കാലുകളെ വിലം കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ചവനെ വിടുവിച്ചു. അപ്പോൾ നമുക്കിവിടെ എല്ലാം മനസ്സിലാക്കി കഴിയും, ഇതെല്ലാം ദൈവത്തിൻ്റെ ദൈവമാണ് ഇതെല്ലാം അവർ തൻ്റെ ജനത്തിന് വേണ്ടി ക്രമീകരിച്ച് ഒരുക്കി വെച്ച അവരെ വിടുവിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇന്ന് ഒരു യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആരാണ്? ഇവിടെ ഇവരെ പരദേശികളായി പാർത്തെടുത്തൊക്കെ അവരെ തൊടരുത്, എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും ചെയ്യരുത്, അവരെ പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവർ നിമിത്തം, വിശ്രാദിന നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. കാരണം ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിൻ്റെ ജനമാണ്. അതിൽ നമ്മൾ വായിക്കുന്നത്, ഇപ്പം നമ്മളൊരാളോട് നീ ഇന്ന സ്ഥലത്തോട്ട് ഡൽഹിക്ക് പൊക്കോ എന്ന് പറഞ്ഞാച്ചാൽ നീ എങ്ങനെയാണ് പോകുന്നത്? നിനക്ക് യാത്രക്കൂലിയുണ്ടോ? നിനക്ക് ആവശ്യത്തിന് പ്രോപ്പറായിട്ടുള്ള വസ്ത്രങ്ങളുണ്ടോ? അവിടെ ചെന്നാൽ താമസിക്കുവാനുള്ള പാർപ്പിടമുണ്ടോ? പലപ്പോഴും നമ്മളൊന്നും അന്വേഷിക്കാറില്ല. ഞാൻ പോന്നു. കർത്താവ് യഹോവയാ ഇസ്രായേൽ ജനത്തെ അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുമ്പം ലക്ഷങ്ങൾ വരുന്ന വലിയൊരു സമൂഹമാണ്. അതിനകത്ത് വാർദ്ധക്യമുള്ളവരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, പ്രായമായി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, പല പ്രായത്തിലുള്ളവരുണ്ട്, ഗർഭിണികളുണ്ട്, ആടുമാടുകളുണ്ട്. വലിയൊരു ഇതായിട്ടാകുന്ന വലിയൊരു ജനസമൂഹമാണ് ലക്ഷക്കണക്കിന് വരുന്നത്. അവർക്കുള്ള മെഡിസിൻ, അവർക്ക് രോഗം വരാതെ ദൈവം അവരെ പരിപാലിച്ചു. നമ്മളാണെന്ന് ഇത്രയും പേർക്ക് ആഹാരം ഓരോ നേരം ഇടുന്ന നമുക്ക് നമ്മുടെ ചെറിയ സമൂഹത്തിന്, നമ്മുടെ ഓരോ ദിവസവും ഇതിൻ്റെ ബത്തപ്പാട് നമുക്കറിയാം. ഈ വരുന്ന സമൂഹത്തിന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുക നീണ്ട വർഷങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ദൈവം എല്ലാം കരുതി വെച്ചു. അവർക്ക് മന്ന, അവർക്ക് കാടപ്പക്ഷി, അതെല്ലാം ഫ്രഷായിട്ട് ദിവസവും. നമ്മളാണ് ചിന്തിച്ചാൽ ഒരിക്കലും ഇറങ്ങിത്തിരിക്കത്തില്ല. ഈ ജനത്തിന് എവിടുന്ന് ആഹാരം കൊടുക്കും? ഇവരെ അസുഖം വന്നാൽ എന്തോ ചെയ്യും? ഇവരെവിടെ താമസിക്കും? ശൈത്യത്തിലും കൊടും ചൂടിലും ഇവരെന്തോ ചെയ്യും? അത് വർഷങ്ങളെ യാത്രയാണ്. പക്ഷേ ദൈവം അവരോട് കൂടി. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, മുൻപടയും പിൻപടയുമായ ദൈവം പോവുകയാണ് അല്ലേ. പകൽ അവനവർക്ക് മേഘസ്തംഭമാണ്. ഈ മരുഭൂമിയിൽ സൂര്യൻ്റെ അത്യുഷ്ണം ചൂടേൽക്കാതെ ദൈവം ഒരു ഒരു മേഘസ്തംഭമായിട്ട് ഈ സൂര്യൻ്റെ ചൂടിനെ തടഞ്ഞുകൊണ്ട് ദൈവം അവിടെ നിൽക്കുകയാണ്. മേഘസ്തംഭമായി അവൻ വെളിപ്പെടുക. ആ ജനത്തെ ദൈവം കൊണ്ടുപോവുക. രാത്രി ഇവരെങ്ങനെ യാത്ര ചെയ്യുന്നത്? ഈ ജനം, ഈ ദൈവം രാത്രിയിൽ അഗ്നി തൂണായി നിൽക്കുക. ഇനിയും ഏതെങ്കിലും ഈ പോകുന്ന യാത്രയിൽ മറ്റ് ജാതീയ രാജ്യങ്ങൾ മറ്റുള്ള ഇവരെ ആക്രമിക്കാൻ വന്ന ദൈവം അവരുടെയും കൂടെ മധ്യേ നിൽക്കുക, ഇവരെ തൊടാതിരിക്കാൻ വേണ്ടി. അതുപോലെ നമ്മൾ വായിക്കുന്നുണ്ട്, കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് കൊരിന്ത് സഭയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം അറിയാം, നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാണ് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തത്? അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. അപ്പം ഇവരെ പറഞ്ഞു വിട്ടേച്ച് യഹോവ ദൈവം ഒരിടത്ത് പോയി അടങ്ങിയിരിക്കില്ല. ഇനി 40 വർഷം കഴിഞ്ഞിട്ട് അന്വേഷിക്കുക, അവരങ്ങ് ചെല്ലട്ടെ, അവരവിടെ ചെന്ന് കൃഷിയും പരിപാടിയൊക്കെ തുടങ്ങട്ടെ, പിന്നെ അവരോട് ചോദിക്കാം എന്തോ വായെന്ന്. അല്ലെങ്കിൽ വല്ലപ്പോഴും ഇന്നത്തെ പോലെ വല്ലപ്പോഴും മെസ്സേജ് ഇട്ടോ ഫോൺ വിളിച്ചോ ചോദിക്കുക, അങ്ങനെയല്ല. ദൈവം ഇവരെപ്പോൾ ഇറങ്ങി തിരിച്ചുവോ, എപ്പം അവർ കനാൻ ദേശത്ത് എത്തിച്ചേർന്നു, അതുവരെ സഹയാത്രികനാണ് അവരുടെ കൂടെ. ഈ ജനത്തിന് കുടിക്കാൻ വെള്ളം വേണം. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്, അത് ക്രിസ്തു ആയിരുന്നു.
രാത്രിയിൽ അഗ്നിത്തൂണായി അഗ്നിസ്തംഭമായി പ്രകാശം കൊടുത്തുകൊണ്ട് മുന്നേ യാത്ര ചെയ്യുക. പകല് ചൂടേൽക്കാതെ മേഘസ്തംഭമായി അവരെ മറച്ചു നിൽക്കുക. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ദൈവത്തെ അല്ലേ നമ്മൾ ആരാധിക്കുന്നത്? ഈ കർത്താവിനെ അല്ലേ നമ്മൾ സ്നേഹിക്കുന്നത്? ഒരു മിനിറ്റ് പോലും ഈ ജനം കിടന്ന് ഉറങ്ങുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഉറങ്ങാത്തവനായ ദൈവരെ പരിപാലിക്കുക. ഒരു തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ചുറ്റി പരിപാലിക്കുന്ന പോലെ പരിപാലിക്കുക. ആ ജനത്തോടാണ് പറയുന്നത്, നിന്റെ ശാപം ഞാൻ ഒടിച്ചു തരാം, നിന്റെ ശാപം ബ്രേക്ക് ചെയ്യാം. പ്രിയമുള്ളവർ, അധ്വാനിക്കുന്ന കാശ് ഇങ്ങനെയുള്ള മിടുക്കന്മാരെ കൊണ്ട് കൊടുത്ത് മണ്ടരാകരുതേ. തിരുവചനം നമ്മളൊന്ന് വായിച്ച് ഇതിൻ്റെ എന്താണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു. ഞാൻ അടുത്ത ഒരു വീഡിയോ ഇല്ലേ, ഈ പൂർവികന്മാരുടെ ശാപം, പിതാക്കന്മാരുടെ ശാപം നമ്മളെ പിന്തുടരുമോ ഇല്ലയോ? നമ്മൾക്ക് സംശയമുണ്ട്. ഈ പഴയത് പറഞ്ഞിട്ടുണ്ട്, ഈ അകൃത്യം ചെയ്യുന്നവൻ്റെ 3-4 തലമുറയോട് ഞാനത് ചോദിക്കും. അതിൻ്റെ വിവരണം ബൈബിളുണ്ട്. ഇനി നന്മ ചെയ്യുന്നവൻ 1000 തലമുറ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ ഇതിനകത്തെല്ലാം ഒരു കാര്യങ്ങളുണ്ട്. ഈ അകൃത്യം ചെയ്യുന്നവന് ദൈവത്തെ വിട്ട് അകൃത്യം ചെയ്യുന്നവൻ്റെ കാര്യമാണ്. മടങ്ങി വന്ന് പശ്ചാത്തപിച്ച് നമ്മൾ എഹെസ്കേൽ പ്രവചനം 18 അധ്യായത്തിൽ ഒരു ചെറിയ പഠനം നടത്തുമ്പോൾ നമുക്ക് ഒറ്റ കാര്യം കറക്റ്റ് വ്യക്തമാകും. പൂർവ്വന്മാരുടെ പിതാക്കന്മാരുടെ പാപം അവർ ചെയ്തത് നമ്മൾ ഇന്ന് കർത്താവിൽ വിശ്വസിച്ച് അവൻ്റെ മകനും മകളുമായി തീർന്ന് നമ്മളെ പിന്തുടരുന്നുണ്ടോ എന്നത് അടുത്തതിൽ ഞാൻ വ്യക്തമായിട്ട് പറയും. ഓരോന്നും നിങ്ങൾ അതിൻ്റെ ക്രമം അനുസരിച്ച് കേൾക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.